നമസ്കാരം. ദില്ലി ചലോ മാർച്ചിനിടെ ഹരിയാന പോലീസ് നടപടിയിൽ യുവ കർഷകൻ കൊല്ലപ്പെട്ടതിൽ സംയുക്ത കിസാൻ മോർച്ച ഇന്ന് രാജ്യവ്യാപക കരിദിനം ആചരിക്കും. വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരാനാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ തീരുമാനം. തിങ്കളാഴ്ച പഞ്ചാബിലെയും ഹരിയാനയിലെയും ദേശീയപാതകൾ ട്രാക്ടർ ഉപയോഗിച്ച് ഉപരോധിക്കും. അടുത്ത മാസം 14-ന് ഡൽഹിയിൽ രാംലീല മൈതാനിയിലും കർഷകർ പ്രക്ഷോഭം നടത്തും. കൊല്ലപ്പെട്ട ഭട്ടിൻഡറ സ്വദേശിയായ കർഷകന്റെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരവും സുപ്രീം കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണവും സംയുക്ത കിസാൻ മോർച്ച ആവശ്യപ്പെട്ടു. ദില്ലി ചലോ ട്രാക്ടർ പ്രതിഷേധത്തിന്റെ തുടർ നടപടികൾ തീരുമാനിക്കാൻ കർഷക സംഘടനകൾ ഇന്ന് വൈകിട്ട് യോഗം ചേരും. കേന്ദ്ര സർക്കാർ കർഷകരെ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ചേക്കും. മാർച്ചിൽ ഗോതമ്പ് സംഭരണ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കർഷകരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നതെന്ന് ഭക്ഷ്യ സെക്രട്ടറി സഞ്ജയ് ചോപ്ര വ്യാഴാഴ്ച പറഞ്ഞിരുന്നു. ഇനിയും തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. കർഷകരുമായി ചർച്ച നടത്തുന്നതിൽ സന്തോഷമുണ്ട്. നിരന്തരമായ ചർച്ചകൾ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തുമെന്നാണ് കരുതുന്നതെന്നും ഭക്ഷ്യ സെക്രട്ടറി പറഞ്ഞു.